നമുക്കറിയാം എല്ലാ ദിവസവും മോർണിംഗ് 6 മണിക്കും അതേപോലെ തന്നെ കാലത്ത് 11, നൈറ്റ് 8, ഇങ്ങനെ 3 നേരം ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രോഗ്രാം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ്. എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കണം. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഫുള്ളായിട്ട് അത് കേൾക്കണം. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഇന്ന് അത് നിങ്ങൾ എല്ലാവരും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രോഗ്രാം കേട്ട് മനസ്സിലാക്കിയിട്ട് അതിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ നമ്മുടെ ഒരു 1000-ന് മുകളിൽ ഗ്രൂ ആളുകളുള്ള ഗ്രൂപ്പിൽ നിങ്ങളുടേതായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ. തീർച്ചയായിട്ടും എല്ലാവർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. എത്താൻ പറ്റുന്നില്ല. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സും അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കലും ഡിജിറ്റലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എത്താൻ പറ്റുന്നില്ല. എന്നാൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലൂടെ ഒക്കെ ചെയ്യുന്ന കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അതിലൂടെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൂടി നിങ്ങൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരാൾക്കും ഒരു തരത്തിലും ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ. നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാം തന്ന കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. 28 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. അന്നും ഇന്നും റണ്ണായി കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 1998 ഒരു പാർട്ണർഷിപ്പ് നമ്മോട് കൂടി ആരംഭിച്ചതാണ്. 2008 അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കെല്ലാം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയാണ്. ഹോസ്പിറ്റലും ലാബും ജ്വല്ലറിയും ഫിനാൻസ് കമ്പനി ചിട്ടി കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കമ്പനി 2021 പുതിയൊരു പ്രൊഡക്റ്റ് ഈ ലോകത്തിലേക്ക് തന്നു. എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, 8 മണിക്കും 11 മണിക്കൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ നമ്മുടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ്. അത് ഓരോരുത്തരും പറയുമ്പോൾ അതിന്റെ പവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ്, അവസാനമില്ലാത്ത ഒരു പ്രൊഡക്റ്റ്, വരുന്ന എല്ലാ തലമുറയ്ക്കും വേണ്ടതായ ഒരു പ്രൊഡക്റ്റ്. വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി തന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ പേരാണ് സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യും. കുട്ടികൾക്കും ഏജിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിലും യൂസ് ചെയ്യാൻ പറ്റും. കൃത്യമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഡ്രീം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനും പറ്റും, പഠിപ്പിക്കാനും പറ്റും. ശരിക്കും പറയാ, ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വലിയ ലെവലിൽ നമുക്ക് ആ, എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റും. പ്രൊഡക്റ്റിനുള്ളിൽ എന്തുണ്ട്, അത് സേവ് ആപ്പിനുള്ളിൽ എന്തുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാം. അത് ഓരോന്ന് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഇന്ന് തന്നെ. അതേപോലെ തന്നെ ബിസിനസ് പോയിന്റ് ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെറിയ ചെറിയ വീഡിയോസുകളുണ്ട്, അത് നോക്കി പഠിക്കാൻ പറ്റും. ഇന്ന് തന്നെ നിങ്ങൾ അത് നോക്കണം.
നോക്കി എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലാണ് അതിങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പിന്നീട് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി പോയാൽ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാ, ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം ഉണ്ടല്ലോ, ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആദ്യം വേണ്ടത് എന്താണ്? സാമ്പത്തിക അച്ചടക്കമാണ്. എന്നാൽ അതിലേക്ക് ഒരു ഫോളോ അപ്പ് കൊടുത്ത് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു വരുമാനം വാങ്ങിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരുപാട് ടൈം അല്ലെ പല കാര്യങ്ങളായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാള് നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് മൈൻഡ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ 3, 4, 5 കമ്പനിയുടെ ബാക്കിൽ ഓടിയത് കൊണ്ടൊന്നും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബാങ്ക് ബാലൻസ് വേണമെങ്കിൽ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. കിട്ടുന്ന വരുമാനം അത് ആദ്യം ചെലവാക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം ചെറുതെങ്കിലും സേവ് ചെയ്യാൻ പഠിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നൊരു 100 രൂപ കൂലി കിട്ടിയെന്ന് കൂട്ടിക്കോ, ഒരു 10 രൂപ മാറ്റി വെക്കുക ആദ്യം. 90 രൂപ കിട്ടിയിട്ടുള്ളൂ, അതിൽ നിന്ന് ചെലവാക്കാൻ നമ്മൾ നോക്കണം. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു 100, 200 മാറ്റി വെക്കൂ. ബാക്കിയുള്ള 800, 900 എടുത്ത് നമ്മൾ ചെലവാക്കാൻ പാടുള്ളൂ. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിലോ ബാധ്യതകളും പ്രശ്നങ്ങളാണ്, കിട്ടുന്നത് തന്നെ തികയുന്നില്ല, എന്നിട്ടാണോ സേവിങ്സ്? പോരാ. പ്രശ്നങ്ങളൊന്നും തീർത്തിട്ടല്ല സേവിങ്സ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോ ഇന്ന് വരെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഇപ്പൊ 1-ാം തീയതി സാലറി കിട്ടുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോ 1-ാം തീയതിയാണ്, ഇന്നോ നാളൊക്കെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചെറുതെങ്കിലും മാറ്റി വെക്ക്, സേവ് ചെയ്യുക. വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്. ഈ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അത് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഓരോ മാസം നോക്കി നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്നതിന് പകരം ഡിജിറ്റലായിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ മുൻ തലമുറ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഓരോരുത്തരും ബുക്കിലൊക്കെ എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടാകും. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ഉപ്പാപ്പൊക്കെ, എന്റെ ഫാദറിന്റെ ഫാദർ, അവരൊക്കെ ഓരോ 1 രൂപയുടെ മിഠായി വാങ്ങിച്ചു വന്നാൽ പോലും എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ബാധ്യത ഉണ്ടായിട്ടില്ല, അവർക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അവർക്ക് എത്ര ഹാപ്പി ആയിട്ടാ പോയിട്ടുള്ളതെന്നറിയോ? എന്നാൽ ഇന്നത്തെ തലമുറ നോക്കിയേ, എല്ലാവരും എത്ര പണം കിട്ടിയാലും എന്തെന്നാലും ശരി ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് പോകുന്നത്. അത് പോരാ, കിട്ടുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് പോവാൻ പറ്റണം നമുക്ക്. എങ്കില് വളരെ ഇഷ്ടത്തോടു കൂടി പറയാണ്, ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്കൊരു വലിയൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് നമ്മൾ എന്തിന് ചെലവാക്കി. മോർണിംഗിൽ തുടങ്ങുമല്ലോ, എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് അറിയോ? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഞാൻ 2021 മുതൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോ, ഒരു 2, 3 വർഷം അത് ഉപയോഗിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സംസാരിക്കുന്നത്. അതല്ലാതെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതോ അതല്ലെങ്കിൽ ഒരു ട്രെയിനറായിട്ട് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്. കൃത്യമായി എന്തൊക്കെയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് നേട്ടങ്ങൾ, അതാണ് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി സേവ് ആപ്പിനെ കുറിച്ച് അറിയില്ല, എന്താ പറയാ, എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതൊരു റീചാർജ് ചെയ്യാൻ അതൊന്നും അല്ല കേട്ടോ. ഈ റീചാർജ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തന്നിട്ടുള്ള ഓരോരോ സർവീസുകളാണ്. സേവ് ആപ്പ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. അതിമ ഒരു സാമ്പത്തിക ഇടപാടില്ല. ചില ആളുകളൊക്കെ ചോദിക്കും, RBIയുടെ ലൈസൻസ് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, എന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാം പോലും കേൾക്കാതെ ചോദിക്കുന്നതാണ്. ഓരോന്നിനും എന്തിന്റെയൊക്കെ ലൈസൻസ് വേണം, ഏതൊക്കെ വേണമെന്ന് പോലും മനസ്സിലാക്കാതെ അറിയാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആളുകൾ അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫിസിക്കലായിട്ട് നോട്ട്ബുക്കിൽ ഡയറിയിലൊക്കെ എഴുതുന്നില്ലേ, അതിന് പകരം ഒരു 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 ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിർമ്മിച്ചു, അതിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഉപയോഗിക്കാനോ അത് മാർക്കറ്റ് ചെയ്യാനോ ഒന്നും ഇത്തരം ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല.
കൃത്യമായിട്ട് അത് ആദ്യം മനസ്സിലാക്കിക്കോളൂ. ഇനി നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇത് ഇങ്ങനെ A to Z കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒന്ന് എന്താ പറയാ, ഒന്ന് പതുക്കെ പതുക്കെ ഞാൻ പോകാം. നിങ്ങൾ എന്ത് വേണമെന്നറിയോ, വീണ്ടും പറയണു, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ടാവില്ല. നിങ്ങൾ ഇന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നമ്മുടെ അല്ല ഒരു ഗ്രൂപ്പിൽ നമുക്കറിയാലോ, സേവ് പ്രോ മാർക്കറ്റിംഗ് സപ്പോർട്ട് 1024 പേരുണ്ട് ആ ഗ്രൂപ്പിൽ, നിങ്ങൾ നോക്കി നോക്ക്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാന്നറിയോ, ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇത് മലയാളത്തിലാണ്, ഞാൻ എങ്ങനെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാന്നുള്ളതൊക്കെ കാണിക്കാം. ഇപ്പം ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ടും രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും ഇല്ലേ, അത് കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. നിങ്ങൾ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്താലും ഓപ്പൺ ആകും. നിങ്ങൾ ആക്റ്റീവോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഓപ്പൺ ആകും. ഇപ്പൊ ഫ്രീ യൂസർക്ക് 1 മന്ത് രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ 1 മന്ത് ആണ് ഇത് ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ യൂസർക്ക് 1 മന്ത് തികച്ചും ഫ്രീ ആയിട്ട് ടോട്ടലി ഉപയോഗിച്ച് നോക്കാം. 1 മന്തിന് ശേഷം അവർക്ക് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഇത് ഉപയോഗിച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വൺ ടൈം വാങ്ങിക്കാൻ വരുന്ന ആപ്ലിക്കേഷൻ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് 3999 രൂപ പ്ലസ് GST ആണ്, 4119 രൂപ. അപ്പൊ ഫാമിലി പാക്കേജ് എടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം കിട്ടും. അപ്പൊ 3 ആപ്ലിക്കേഷൻ അവരുടെ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം രജിസ്റ്റർ ചെയ്ത് ഇത് ഉപയോഗിച്ച് നോക്കാനും എല്ലാത്തിനും പറ്റും. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഇപ്പൊ ഇതിൽ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ലേ, ഒരു ചക്രം, അതിമ ടച്ച് ചെയ്യാം. അതിമ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം പ്രൊഫൈൽ എന്ന് കാണാം. ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ കണ്ടോ മലയാളം എന്ന് കൊടുത്തിട്ട് കണ്ടോ, മലയാളത്തിമ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറബി വേണമെങ്കിൽ അറബിമ ടച്ച് ചെയ്യാം, അറബി. എന്നിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഫുൾ അറബി ആയിട്ട് മാറും. ഓക്കെ കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടോ ഇത് ഫുൾ അറബി ആയിട്ട് മാറി, കണ്ടോ ഫുൾ അറബി. ഇനി അതല്ല, നമുക്കിത് മലയാളത്തിൽ വേണമെങ്കിലും മലയാളത്തിലേക്ക് മാറ്റാം. പ്രൊഫൈലിൽ പോവുക, അറബിയിൽ പോയിട്ട് ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അപ്ഡേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് ടച്ച് ചെയ്തിട്ട് അപ്ഡേറ്റ്, ഓക്കെ കൊടുക്കുക. ഇപ്പൊ ഫുൾ എന്തായിട്ടുണ്ടാവും, ഇംഗ്ലീഷ് ആയിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. ഇവിടെ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്, മൈ മണി. ഇവിടെ പേയ്മെന്റ് റെസിപ്റ്റ്, പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെലവുകളാണ്. നമ്മുടെ ഡെയിലി ചെലവുകളില്ലേ, മോർണിംഗിൽ തുടങ്ങില്ലേ, പാല് വാങ്ങിക്കുന്നു, ഫിഷ് വാങ്ങിക്കുന്നു, ഗ്രോസറി, വെജിറ്റബിൾ, ട്രാവൽ ചെയ്യുമ്പോൾ പെട്രോള്, ബസ് ഫെയർ കൊടുക്കുന്നു, ഇങ്ങനെ അല്ലെ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് പേയ്മെന്റ്. റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമാണ്. നമുക്ക് ഡെയിലി കിട്ടുന്നതോ മന്ത്ലി കിട്ടുന്നതോ ഒക്കെ വീക്കിലി കിട്ടുന്നതൊക്കെ വരുമാനമല്ലേ, അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിപ്റ്റ്. അതെങ്ങനെയാണെന്ന് നോക്കിക്കോ. ഇപ്പൊ പേയ്മെന്റുമ്പോൾ ഞാൻ ടച്ച് ചെയ്തു. ടച്ച് ചെയ്തപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ എന്താണ് റിസൾട്ട്, അത് ഇവിടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ മാറ്റിയാൽ ഇത് മലയാളത്തിൽ കാണാം. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വായിച്ചു നോക്കാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഓക്കെ, ഓക്കെ ബട്ടൺ കൊടുത്തു, ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറിയിൽ എഴുതുന്നതിന് പകരം, ഒരു നോട്ട്ബുക്കിൽ എഴുതുന്നതിന് പകരം ഡിജിറ്റലായിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നു. ഇപ്പൊ ഇവിടെ കണ്ടോ ടോട്ടൽ എന്ന് കണ്ടോ, 0 ആണ്. ഇവിടെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ, അത് നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ പഠിക്കാനും ഇന്നു മുതൽ ഉപയോഗിക്കാനും പോവുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാം പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് കാണാം, ഇന്ന് അല്ലെ. നമ്മളൊക്കെ ഭാഗ്യന്മാരാണ് കേട്ടോ,
ഇന്ന് 1-ാം തീയതി മുതൽ നമ്മളെല്ലാവരും മണി മാനേജ്മെന്റ് കറക്റ്റ് ഉപയോഗിക്കാൻ പോവുക. ഉപയോഗിച്ചിട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നോക്കിക്കോ. 1/6/2026 ഇന്നത്തെ ഡേറ്റ്. സെലക്ട് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ സെലക്ട് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിമൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ കാണാം. ഏഹ് ഓരോ പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ വാങ്ങുന്നത്, ചാരിറ്റി, ഡീസല്, പെട്രോള്, ഇങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ഇങ്ങനെ ഫിഷ്, ഫ്രൂട്ട്സ്, ഇങ്ങനെ ഇതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇല്ലാത്തത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഫസ്റ്റ് മോർണിംഗിൽ മിൽക്ക് വാങ്ങിക്കുകയാണ്, MI എന്നടിക്കുമ്പോ തന്നെ അവിടെ എന്ത് വന്നു? മിൽക്ക് എന്ന് വന്നു. ഈ മിൽക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി പാല് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാട്ടോ. അത് നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാന്ന്. അതോ മിൽക്ക് എന്നുള്ളതിന് പാൽ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ മിൽക്ക് വാങ്ങിച്ചു. അപ്പൊ അവിടെ സെലക്ട് ചെയ്യുക. അപ്പൊ മിൽക്ക് അവിടെ വന്നു. മിൽക്ക് എത്ര രൂപക്ക് വാങ്ങിച്ചു? ഒരു 2 പാക്കറ്റ്, ഒരു 60 രൂപ കുടിക്കും. 60 രൂപ. എന്തായാലും നമ്മൾ വാങ്ങിക്കുമ്പോ ഒന്നുകിൽ ക്യാഷ് കൊടുക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കൊടുക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ, പണം കൊടുക്കണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് 60 രൂപ കൊടുത്തു എന്ന് നാളുകളിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സെലക്ട് ചെയ്യുക, ക്യാഷ് എന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ റീമാർക്സിൽ എന്തെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഇന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ 2 പാക്കറ്റ് വാങ്ങിച്ചു എന്നൊക്കെ ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചെയ്യാം. സേവ്, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, സേവ് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1-ാം തീയതി മിൽക്ക് 60 രൂപ ക്യാഷ് എടുത്ത് വാങ്ങിച്ചു. ഇവിടെ നിങ്ങൾക്ക് റൈറ്റിൽ കാണാം എഡിറ്റ്, അതേപോലെ തന്നെ ഡിലീറ്റ് എന്ന് കാണാം. നമുക്കത് തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനും പറ്റും. കാരണം എന്തിനാണ്? ഇപ്പൊ നമ്മളൊരു നോട്ട്ബുക്കിൽ, ഒരു ഡയറിയിലൊക്കെ എഴുതുകയാണെങ്കിൽ ഇത് പറ്റുമോ? ഇല്ല. നമ്മൾ കീറിക്കളയണം, അല്ലെങ്കിൽ ഇങ്ങനെ വരഞ്ഞിടണം അല്ലേ. എന്നല്ലേ ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ എഡിറ്റ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഇന്ന് മുതൽ ഇതൊന്ന് ഉപയോഗിച്ച് പഠിച്ചോ? തെറ്റിയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? ഡിലീറ്റ് ബട്ടൺ താഴെ താഴത്ത് കിടക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ എമൗണ്ട് മാറ്റുക, അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്കിലേക്ക് മാറ്റാം. ആ രീതിയിലേക്ക് നിങ്ങൾ ചെയ്യാം. ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ബാങ്കുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല കേട്ടോ. ചില ആളുകൾ വിചാരിക്കും ബാങ്ക് എന്ന് പറയുമ്പോൾ ഇത് ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാം പറയുന്നു, നമ്മൾ എവിടുന്ന് പണം കൊടുത്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ 3-4 ബാങ്ക് അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഏത് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് മിൽക്ക് വാങ്ങിച്ചേ, ഏത് അക്കൗണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് പിന്നെ ഫിഷ് വാങ്ങിച്ചേ, ഗ്രോസറി വാങ്ങിച്ചെന്നുള്ളത് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? മിൽക്ക് വാങ്ങിച്ചു. ഇന്ന് 1-ാം തീയതി താഴത്ത് നോക്കിയേ, ടോട്ടൽ 60 രൂപ എക്സ്പെൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. 1-ാം തീയതി അടുത്തത് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു 100 രൂപ ചാരിറ്റി കൊടുക്കാന്ന് കൂട്ടിക്കോ. ചാരിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു 100 രൂപ ചാരിറ്റി. ഇവിടെ നമ്മൾ ബാങ്കിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആരെങ്കിലും ഒക്കെ ഗ്രൂപ്പിൽ അയച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ ഗൂഗിൾ പേ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് അയച്ചു കൊടുത്തു. എന്നിട്ട് ബാങ്ക് സെലക്ട് ചെയ്യുക. ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബാങ്കിന്റെ പേര്, ഇപ്പൊ ഞാൻ ഇതില് SIBയും അതേപോലെ തന്നെ ഇസാഫും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ബാങ്കിന്റെ പേര് ഇവിടെ ആഡ് ചെയ്യാന്നറിയോ? ഈ രണ്ടാമത് കാണുന്ന പ്ലസ് ബട്ടൺ ഇല്ലേ, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണിക്കും അക്കൗണ്ട് നെയിം എന്ന് കാണിക്കും. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ്? ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗ്രീൻ കളറിൽ കാണുന്നില്ലേ സേവ്, ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ കണ്ടോ, അത് 3 ബാങ്കിന്റെ പേരും വന്നു. ഞാൻ ആദ്യം 2 കൊടുത്തെന്നുള്ളൂ, ഇപ്പൊ 3-ാമത്തെ തവണ വന്നു, കണ്ടോ? അപ്പൊ നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് 100 രൂപ കൊടുക്കുന്നത് അതറിയുന്നത്. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് ഒന്ന് ടച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അവിടെ വന്നു, കണ്ടോ? ഫെഡറൽ ബാങ്ക്. ചാരിറ്റി കൊടുത്തു, ആർക്ക് കൊടുത്തു, അവരുടെ പേരോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. നമുക്ക് ഇതിലൂടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ചെയ്യാനും പറ്റും കേട്ടോ. ഇതിലൂടെ പേയ്മെന്റ് അയച്ചു കൊടുക്കാൻ പറ്റും എന്നർത്ഥം. ഞാൻ കാരണം ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പെട്രോൾ പമ്പിൽ പോയി, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി, ഒരു ഗ്രോസറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോയി.
പോയിട്ടുണ്ടെങ്കിൽ സേവ് ആപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത്ര രൂപ ഇപ്പൊ ബില്ല് പറയാണ്, ഒരു വാങ്ങിച്ച സാധനത്തിന്റെ ബില്ല് പറയുമ്പോൾ സേവ് ആപ്പ് ഓപ്പൺ ചെയ്യാം. സേവ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ആദ്യം തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്ന പണം നമ്മൾക്ക് അവിടെ നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തിട്ട് ഇതിലൂടെ അങ്ങ് അയച്ചു കൊടുത്താൽ ഓക്കെ ആയി. കാരണം നമ്മൾ മറക്കുന്നില്ല പിന്നെ എന്ത് നമ്മുടെ എക്സ്പെൻസ്. അപ്പോൾ ഇങ്ങനെയും എന്തുണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഓൾറെഡി അവിടെ റെക്കോർഡ് ആയിട്ടോ, ചാരിറ്റി 100 രൂപ. അപ്പൊ 1-ാം തീയതി 60 രൂപക്ക് മിൽക്ക് വാങ്ങിച്ചു, 100 രൂപ ചാരിറ്റി കൊടുത്ത് ടോട്ടൽ നോക്കിയേ 160. ഇത് നമ്മൾ ഒരു ബുക്കിൽ എഴുതാണെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടാൻ നിൽക്കണം, കുറക്കാൻ നിൽക്കണം, തിരുത്താൻ നിൽക്കണം, ഇതൊന്നും വേണ്ട. വീണ്ടും അടുത്തത് നമ്മൾ 1-ാം തീയതി ഇപ്പൊ ഗ്രോസറി വാങ്ങിക്കുകയാണ്. ഗ്രോസറി എന്ന് അടിക്കുമ്പോൾ അവിടെ വരും. അപ്പൊ ഗ്രോസറി എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 500 രൂപയ്ക്ക് വാങ്ങിച്ചു. ബാങ്കിൽ നിന്ന് കൊടുത്ത്, അത് കൊടുക്കുന്നത് ഞാൻ ഇസാബ് ബാങ്കിൽ നിന്നാണ് കാശ് കൊടുത്തതെങ്കിൽ ഇസാബ് ബാങ്ക്. ഗ്രോസറി വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയോ, തറവാട്ടിലേക്ക് വാങ്ങിച്ചോ, വൈഫ് ഹൗസിലേക്ക് വാങ്ങിച്ചോ, ഇതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പൊ ടോട്ടൽ ഇന്നത്തെ ചെലവ് എത്ര? 660 രൂപ ആയിട്ടുണ്ട്. ഗ്രോസറിക്ക് എത്ര? 500 കൊടുത്തു, ചാരിറ്റിക്ക് 100 കൊടുത്തു, മിൽക്ക് വാങ്ങാൻ 60 കൊടുത്തു. വീണ്ടും നമ്മൾ അടുത്ത എക്സ്പെൻസ്, നമ്മൾ വെജിറ്റബിൾ വാങ്ങിച്ചു, അപ്പൊ വെജ് അടിച്ചു കൊടുക്കുക. വെജിറ്റബിൾ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വരും. വെജിറ്റബിൾ വാങ്ങിച്ചു ഒരു 233 രൂപയ്ക്ക് ഇന്ന് കുടിക്കുക. അത് നമ്മൾ ക്യാഷ് കൊടുത്തു, ക്യാഷ് സെലക്ട് ചെയ്തു, എന്തൊക്കെ വാങ്ങി അതും കൊടുത്തു. അപ്പൊ അതും റെക്കോർഡായി. അപ്പൊ 893 രൂപ ഇന്ന് ഒന്നാമതി ചെലവായി. വീണ്ടും നമ്മൾ പ്ലസ് ബട്ടണിൽ പോണു. ഇന്ന് പെട്രോൾ അടിക്കുകയാണ്. ഇന്ന് പെട്രോൾ അടിക്കില്ല എല്ലാവരും, ഡീസലൊക്കെ. അപ്പൊ അത് ഡീസൽ ആണെങ്കിൽ ഡീസൽ അടിക്കുക, പെട്രോൾ ആണെങ്കിൽ പെട്രോള്. എത്ര രൂപയുടെ? ഒരു 500 രൂപയ്ക്ക് ബാങ്കിൽ നിന്ന് കൊടുത്തു. ഇന്ന ബാങ്ക് നിസാഫ് എന്നാണ് അത് കൊടുത്തത് എന്ന് കുടിക്കോ, ഏത് പമ്പ് നിന്ന് അടിച്ചു, എത്ര ലിറ്റർ അടിച്ചു, ഇതൊക്കെ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പൊ നോക്കിയാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടലി 1393 രൂപ ഇന്നത്തെ ചെലവ് 1-ാം തീയതി. ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഒരുപാട് ചെലവുകളൊക്കെ ചുരുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇനി ഇപ്പൊ ഇതിൽ ഇല്ലാത്ത അക്കൗണ്ട്, ഇപ്പൊ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ആ, പിന്നെ ഈ സെലക്ട് ആൻ അക്കൗണ്ട് ഇല്ലേ, ഈ സെലക്ട് ആൻ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഇതിലിപ്പോ നിങ്ങളിൽ നോക്കിയാൽ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, CNG, കേക്ക്, കാലിക്കറ്റ് SSM, ഈ ചിക്കൻ, ഇതൊന്നും നിങ്ങളിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്താല് ഡിന്നർ, ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഫിഷ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള പ്ലസ് ബട്ടൺ ഇല്ലേ, ഇതിന്റെ മുകളിൽ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏതാണ് പേര്, ഇപ്പൊ ഫിഷിന്റെ ആണെന്നുണ്ടെങ്കിൽ ഫിഷ് എന്ന് എഴുതുക. ഡിന്നറിന്റെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ട്, പാലാണെങ്കിൽ പാൽ, അങ്ങനെ നമ്മുടേതായ രീതിയിൽ ഇപ്പൊ ചപ്പൽ, ചെരുപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ ചെലവിന്റെ പേര് എഴുതുക. എന്നിട്ട് ഇവിടെ സെലക്ട് അക്കൗണ്ട് ഇല്ലേ, ഇതിമ രണ്ടാമത് കാണുന്ന ആദ്യമേ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എക്സ്പെൻസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എക്സ്പെൻസ് അക്കൗണ്ട് ആദ്യമേ ടച്ച് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എവിടെ കിട്ടും? ഇത് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് അക്കൗണ്ടിൽ പോയാൽ കിട്ടും. ഇവിടെ അത് ഇല്ലാത്തതൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ എന്തെല്ലാം തരത്തിൽ, അത് നമ്മുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസ്. രണ്ടാമത്, നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റാനും, ഇനി ഇന്നലത്തേത് മറന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇന്നലത്തെ ഡേറ്റിൽ ഇന്നലെ എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളതൊക്കെ എഴുതാനൊക്കെ പറ്റൂ കേട്ടോ. അപ്പൊ ബിസിനസ് പോയിന്റിൽ അതിന്റെ വീഡിയോ ഉണ്ട്. രണ്ടാമത് റെസിപ്റ്റ്, നമ്മുടെ വരുമാനം ഓക്കെ ബട്ടൺ കൊടുക്കുക, പ്ലസ് ബട്ടൺ തന്നെ. ഇപ്പൊ ഇന്ന് കുറെ ആളുകൾക്ക് ഇന്ന് നാളെ സാലറി ഒക്കെ കിട്ടുന്നുണ്ടാവില്ലേ, അപ്പൊ കിട്ടുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ, പ്ലസ് ബട്ടൺ യൂസ് ചെയ്യാം. എല്ലാതും പ്ലസ് ബട്ടൺ ആണ് കേട്ടോ. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1-ാം തീയതി, ഇന്നത്തെ സെയിം പേജ് തന്നെയാണ് വന്നിട്ടുള്ളത്, കണ്ടോ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിപ്പോ ഇന്ന് സാലറി കിട്ടുന്നു, അപ്പൊ സാലറി സെലക്ട് ചെയ്യാം. എത്രയാണ് സാലറി കിട്ടുന്നത്? ഒരു 20,000 30,000 ഒക്കെയാണ്. ഇന്ന് കൂട്ടിക്കോ, 30,000 സാലറി നമുക്ക് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക്, ഇപ്പൊ കൂടുതലും ബാങ്കിലേക്കാണ് തരിക. ഏതാവട്ടെ, ബാങ്കിലേക്കോ ക്യാഷ്, എന്തായാലും സാലറി കിട്ടുമല്ലോ. കിട്ടുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യാണ് കേട്ടോ.
നമുക്ക് ജോബിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഇവിടെ റിമാർക്കിൽ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ തന്നെ കമ്പനി അതായത് നമ്മുടെ സേവ് ആപ്പ് നമുക്ക് പറയാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം അല്ലെങ്കിൽ സേവ് ചെയ്യാം എന്നുള്ളത്. അത് 30,000 രൂപ നിങ്ങൾക്ക് സാലറി കിട്ടി. ഈ 30,000 രൂപയിൽ നിന്ന് ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്യൂ എന്നാണ് പറയണത്. സേവ് ചെയ്യുക. അത് ഒരു 2,000 5,000 അല്ല, ഒരു 10% എന്ന് പറയുമ്പോൾ ഒരു 3,000 രൂപ എങ്കിലും സേവ് ചെയ്യാന്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ സാലറി സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു 3,000 രൂപ, സോറി 30,000 രൂപ നമ്മള് കിട്ടുന്നു, സാലറി കിട്ടുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. സേവ് ബട്ടൺ കൊടുക്കുക. സേവ് ബട്ടൺ കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് പേജ് ഓപ്പൺ ആവുക. ഈ പേജിൽ എന്താ കാണിക്കുന്നത് കണ്ടോ? മൈ സേവിങ് എന്ന് കാണിക്കുന്നത് കണ്ടോ? മൈ സേവിങ് എന്ന് പറയുമ്പോ നമുക്ക് എന്തിലേക്കാണ് സേവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആദ്യമേ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാന്ന് നോക്കിക്കോ. ഇപ്പൊ പ്ലസ് ബട്ടൺ, മൈ ഹോം. അത് നമുക്കൊരു പുതിയൊരു വീട് ഉണ്ടാക്കണം, അതിലേക്ക് പണം മാറ്റി വെക്കണം, സേവ്. അല്ലെങ്കിൽ മൈ കാർ, മൈ കാർ, സേവ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി നോക്കൂ, കണ്ടോ? മൈ കാർ, മൈ ഹോം, മൈ സേവിങ്. അപ്പൊ നമ്മള് ഏതിലേക്ക് വേണ്ടിയിട്ടാണ് പണം മാറ്റി വെക്കുന്നത്? നമ്മൾക്കിപ്പോ ചാരിറ്റി കൊടുക്കാൻ ചില ആളുകൾക്ക് വേണ്ടി വരും, അതല്ലെങ്കിൽ ഹോം, അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സേവിങ്സ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടാകും. അതിനൊരു പ്ലാനിങ് വേണം നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പൊ ഞാന് സെലക്ട് ചെയ്യാണ് ഇപ്പൊ മൈ ഹോം. ഇപ്പൊ 30,000 രൂപ കിട്ടിയില്ലേ? അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 3,000 രൂപ മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക്, ഇപ്പൊ 2 3 4 ബാങ്ക് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ആ ഒരു ബാങ്കിലേക്ക് ഏറ്റവും വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വേറൊരു ബാങ്ക് അക്കൗണ്ട് അതിനായിട്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ സേവ് ചെയ്യും. എന്നിട്ട് ഇതിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആ പണം അങ്ങ് അയച്ചിടും. ഇങ്ങനെ സേവ് ആപ്പ് എന്ന് വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സേവ പ്രോ എന്ന് വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വീട്ടിലുള്ള അല്ല പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ? ചില ആളുകൾക്ക് കൃഷി ഉണ്ടാകും, മറ്റുള്ള രീതിയിലൊക്കെ ഉണ്ടാകും. ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. ഒരു ദിവസം ഒരു 1,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 രൂപ മാറ്റ്. ഒരു ദിവസം 5,000 കിട്ടിയ ഒരു 1,000 മാറ്റി വെക്കൂ. ഇങ്ങനെ കിട്ടുന്നതിൽ നിന്ന് മാറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യാം. പേയ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പേയ്മെന്റും റെസിപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ പേയ്മെന്റ് റെസിപ്റ്റ് ഒക്കെ ഞാൻ കാണിച്ചില്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ റിപ്പോർട്ട്? ഏറ്റവും താഴത്ത് കണ്ടോ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ? ഏറ്റവും താഴത്ത് സെൻട്രല് ആ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് നിങ്ങൾക്ക് കാണാം. ആദ്യമേ ടച്ച് ചെയ്യാം. ഇത് വായിച്ചു നോക്കാനുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഇപ്പോ എക്സ്പെൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ എക്സ്പെൻസ് കണ്ടോ? ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചതാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തെ മാത്രമല്ല, എല്ലാം അതിലുണ്ടാകും. കണ്ടോ? ഫ്രൂട്ട്സ്, ചിക്കൻ, ഇങ്ങനെ ഓരോന്ന് കാണിച്ചു. ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യൂ ബട്ടൺ ഉണ്ടല്ലോ, വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓപ്പണിംഗ് ബാലൻസും കാണാം. പിന്നീട് ഇപ്പോ 1-ാം തീയതി കൊടുത്തത് കണ്ടോ? 1/6 ഹിസാബിന്ന് 500 രൂപ. അതിന് മുന്നേ ഞാൻ ചെയ്തതാണ് 1,373 രൂപയാണ് കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് റിപ്പോർട്ടുകൾ കിട്ടും. ഇതിങ്ങനെ എടുത്താൽ എന്താ ബെനിഫിറ്റ് എന്ന് അറിയാം. ഇപ്പൊ നമ്മുടെ മക്കള് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് പണം അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ പണമൊക്കെ എന്താ കാണിക്കുന്നു എന്നൊക്കെ ചോദിച്ചാല് നമുക്ക് ഇതിന്റെ PDF അയച്ചു കൊടുക്കാൻ പറ്റും. ഏറ്റവും മുകളിൽ ഒരു ഏറോ മാർക്ക് ഉണ്ടില്ലേ? ആദ്യമേ ടച്ച് ചെയ്യാം. ആദ്യമേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഓപ്പൺ ആകും. കണ്ടോ? ഇങ്ങനെ ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ കറക്റ്റ് കാണിക്കും ഗ്രോസറി വാങ്ങിച്ചത്, വെജിറ്റബിൾ വാങ്ങിച്ചത്, മിൽക്ക് വാങ്ങിച്ചത്, ഡ്രസ്സ് എടുത്തത്, റെന്റ് പെയ്ഡ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡീസല്, പെട്രോള്, ഹോട്ടല്, ചാരിറ്റി കൊടുത്തത്, CNG അടിച്ചത്, ഫിഷ് വാങ്ങിച്ചത്, കേക്ക് വാങ്ങിച്ചത്, അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിച്ചത്, ഇങ്ങനെ ഓരോ കാര്യം കൃത്യമായിട്ട് എന്തുണ്ടാകും?
ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങ് അയച്ചു കൊടുത്താൽ മതി. വേറെ കഥ ഒന്നും പറയേണ്ട ആവശ്യമില്ല വീട്ടുകാരോട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പണം എങ്ങനെ ചെലവാകുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ഫോളോ അപ്പ് ചെയ്യുക. പിന്നീട് നമുക്ക് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണുള്ളത്. വാലറ്റ്, ഈ വാലറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു വീട് പണി, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ടെന്ന് കൂട്ടിക്കോ. ആ 50,000 രൂപ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ചെലവാക്കുന്നത് ഇങ്ങനെ മൈനസായി ബാലൻസ് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് എന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോ ഉദാഹരണത്തിന് ഒരു 30,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇതിലൂടെ സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. വാലറ്റിൽ 30,000 ആഡ് ചെയ്ത്, അപ്പൊ നമ്മള് പാല് വാങ്ങിച്ച് 60 കുറഞ്ഞ്, ചാരിറ്റിക്ക് 100 കൊടുത്ത്, ഗ്രോസറിക്ക് കൊടുത്ത്, വെജിറ്റബിളിന് കൊടുത്ത്, പെട്രോളിന് കൊടുത്ത്, ഹോം, ഇങ്ങനെ ആ പണം നമുക്ക് അവിടെ ഇങ്ങനെ കുറഞ്ഞ് വരും. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു മെസ്സേജ് തരുന്നതാണ്. ഇതേപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഇവിടെ നമുക്ക് ഓരോന്നിനും ഒരു പ്ലാൻ ഉണ്ടാകണം. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു 30,000 രൂപ സാലറി കിട്ടുന്ന ആള്, അല്ലെങ്കിൽ ഒരു 50,000 രൂപ സാലറി കിട്ടുന്ന ആള്, നമ്മൾ ആര് ചോദിച്ചാലും ഇങ്ങനെ ചാരിറ്റി കൊടുക്കും, 500 കൊടുക്കും, 10 കൊടുക്കും, 100 കൊടുക്കും, 20 കൊടുക്കും, 50 കൊടുക്കും, ഇതൊക്കെ ചെയ്യും. അങ്ങനെയല്ല, നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാകണം. ഒരു മാസം ഞാൻ 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ ചാരിറ്റി കൊടുക്കുള്ളൂ. നമ്മളോട് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടിട്ട് കൊടുക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ ആളാവാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ബാധ്യതയിലേക്ക് നമ്മൾ ബാധ്യതയിലേക്ക് പോകുന്നതിന്റെ പ്രശ്നക്കാര് നമ്മൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല, ഒരു തർക്കമില്ല ആ കാര്യത്തില്. അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒന്ന് നോക്കിക്കോ. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ട്, ഞാൻ ചാരിറ്റി സെലക്ട് ചെയ്യാണ്. ചാരിറ്റി പെർ മന്ത് എല്ലാ മാസം ഞാൻ ഒരു 1,000 രൂപയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കൂട്ടിക്കോ. 1,000 രൂപ. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുന്നു. സേവ്ഡ് സക്സസ്ഫുള്ളി. അതോ എല്ലാ മാസം എത്ര രൂപ കൊടുക്കുന്ന? 1,000 രൂപ വെച്ച് 12 മാസം കൊടുക്കുന്നു. 12,000 രൂപയാണ് ഞാൻ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി. ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് ആണെന്ന് കൂട്ടിക്കോ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചാരിറ്റി കൊടുക്കുകയാണ്. നോക്കിക്കോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മലയാളത്തിലേക്ക് മാറ്റാം. പ്രൊഫൈല്, ഇംഗ്ലീഷ്, മലയാളം, അപ്ഡേറ്റ്. ഓക്കെ, ഇനി നോക്കിക്കോട്ടാ. ഇപ്പോ നമ്മൾ പേയ്മെന്റിലാണല്ലോ നമ്മൾ ചെലവ് ചെയ്യുന്നത്. ശരി. ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ ചാരിറ്റി 100 രൂപ കൊടുത്തിട്ടുണ്ട്. ഈ ജൂൺ മാസത്തില് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 1,000 രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 100 രൂപ ഇനി ഇങ്ങനെ ചോദിക്കുമ്പോ 50, 100, 10 ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി നോക്കിക്കോട്ടെ, ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നാളെ 2-ാം തീയതി സെലക്ട് ചെയ്ത് ശരി കൊടുത്ത് ഒരു ഒന്ന് സ്പീഡാക്കാൻ വേണ്ടി കാണിക്കാണ്ട. ഒരു 900 രൂപ കൂടി അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 900 കൊടുക്കാൻ പറ്റുന്നുണ്ട്. 901. ഓക്കെ, 1,000 രൂപയാണ് നമ്മൾ സെലക്ട് ചെയ്ത് അക്കൗണ്ട് തെരഞ്ഞെടുക്കുക. ചാരിറ്റി 901. 900 രൂപ വരെ നമുക്ക് കൊടുക്കാം. കാരണം 900 അടിക്കുമ്പോ കണ്ടോ റെഡ് വന്നില്ല. 901 അടിച്ചപ്പോ നോക്കിയേ, മൊത്തം തുക ബജറ്റിനേക്കാൾ കൂടുതലാണ്. അത് നമുക്ക് ആ, 1 രൂപ കൂടുതൽ കൊടുക്കാൻ പാടില്ല. നമ്മൾക്ക് പ്ലാനിങ് എന്താണ്? 1,000 രൂപയാണ്. എങ്കിൽ 1,000 രൂപയിൽ നമ്മൾ അത് ഒതുക്കാൻ പറ്റണം. ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും നമുക്കൊരു പ്ലാനിങ്. ചില ആളുകൾ ഇങ്ങനെ പിന്നെ നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. പക്ഷെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ടല്ലേ. അപ്പൊ ഡെയിലി ഫിഷ് മേടിക്കുന്ന ആളുകളുണ്ടാകും, ഡെയിലി ചിക്കൻ, ഡെയിലി മട്ടൺ, അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ നോക്കാതെ ചെലവാക്കുന്ന ആളുകളുണ്ടാകും. അതല്ല, നമുക്കൊരു പ്ലാനിങ്, ഇത്ര ദിവസം ഇന്ന രീതിയിൽ പോകണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ ഓരോ കാര്യങ്ങൾക്കും ചില കാര്യങ്ങൾക്കൊക്കെ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ചില സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്. ഇപ്പോ കാറിന്റെ വാട്ടർ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മാസത്തിൽ 4 സർവീസ് പുറത്തു പോയിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ അവിടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആ 4 തവണ നമ്മൾ പോവുള്ളൂ. അഞ്ചാമത് കൊണ്ടുപോയി കൊടുക്കില്ല. കാരണം എന്താ? നമ്മുടെ പ്ലാനിങ് അവിടെ തെറ്റും. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് ബഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബില്ലിങ്.
ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ സർവീസോ, അത് ഈ മീറ്റിംഗ് കേൾക്കുന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ബില്ല് ഈ ആപ്ലിക്കേഷനിലൂടെ കൊടുക്കാൻ പറ്റും. ഡിജിറ്റൽ ബില്ല് എങ്ങനെയെന്നറിയോ? ഫസ്റ്റ് റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ലേ, അതിമ ടച്ച് ചെയ്യാം. എന്നിട്ട് ഇതിൽ പ്രൊഫൈലിൽ തൊട്ട് താഴത്ത് കാണുന്നില്ലേ, ബില്ലെന്ന് കാണുന്നില്ലേ, അതിമ ടച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ ഒരു എന്തോ ആയിക്കോട്ടെ, ഒരു പ്ലംബറോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും, ഒരു സർവീസ് ഒക്കെ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് ഡിജിറ്റൽ ബില്ല് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കമ്പനി നെയിം, അതൊക്കെ നമ്മൾ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു പേര്, അതിന്റെ ഫുൾ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. ഫുള്ളായിട്ടിട്ട് നിങ്ങൾക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്യാം. അതിലിങ്ങനെ പലതൊക്കെ ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പത്തോ നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറുകളൊക്കെ കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ബില്ലിംഗ് എന്ന് കാണുന്നില്ലേ, ആ ബില്ലിങ്ങിൽ ടച്ച് ചെയ്യാം. എന്നിട്ട് ശരി ബട്ടൺ കൊടുക്കുക. ഇത് വായിച്ചു നോക്കുക, ഇത് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് ശരി ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒരു ബില്ല് കൊടുക്കുകയാണ്, ഒരാൾക്ക് ഒരു ബില്ല് കൊടുക്കുകയാണ്. എങ്ങനെ? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് ഇന്ന് 1-ാം തീയതി അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അക്കൗണ്ട് നെയിം അതോ കസ്റ്റമറുടെ നെയിം, നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ടാവുമല്ലോ, ആ കസ്റ്റമറുടെ പേര് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എഴുതുക. ഇപ്പോ കസ്റ്റമറുടെ പേര് ഞാനിപ്പോ ജിത്തു, ജിത്തു കസ്റ്റമർ ആണ്. ഓക്കെ, സേവ് ചെയ്തു. അപ്പൊ ജിത്തുവിന്റെ പേര് അവിടെ വന്നു. ഒരു 10,000 രൂപയുടെ ബില്ലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊടുക്കുക 10,000. ഒരു വരുമാന അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. ഇത് നമ്മുടെ എന്താണ്, ഇൻകം ആണ്. ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ എന്തിനാണ് ഈ 10,000 രൂപ വാങ്ങിക്കുന്നത്, അത് കറക്റ്റ് ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ഞാൻ സ്പീഡായിട്ട് കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് നിങ്ങൾ എഴുതി കറക്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കുക, അപ്പൊ അറിയാം ഇതിന്റെ ഒരു പവർ. എന്നിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിന്മേൽ ടച്ച് ചെയ്യാം. ഇപ്പൊ അത് ബില്ലായി. ഇനി ബില്ല് ജിത്തുവിന് അയച്ചു കൊടുക്കണം. എങ്ങനെ അയച്ചു കൊടുക്കാം? മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഇടയില്ലേ, അതിന്മേൽ ടച്ച് ചെയ്യാം. എന്നിട്ട് യെസ് കൊടുക്കുക. അപ്പൊ അത് ബില്ലായി. ഈ ബില്ല് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ കണ്ടോ, തീയതി 1/6/2026, ബിൽ നമ്പർ വരും, പിന്നെ ആളുടെ പേര് വരും. ഇത് ഇംഗ്ലീഷിലിട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്നുള്ളൂ. പിന്നെ തുക എത്രയാണ്, പിന്നെ എന്തിനൊക്കെയാണ്, അതിന് ഓരോന്നിനും ഓരോ എമൗണ്ട് ഒക്കെ, അതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് എഴുതാം. അതേപോലെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒക്കെ ഫുൾ അഡ്രസ് ഒക്കെ അതിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വാട്സപ്പ് ഓപ്പൺ ആവും. കണ്ടോ, അവർക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെ ഡിജിറ്റൽ ബില്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ആസ്തി, അതാ നമ്മുടെ അസറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അസറ്റ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് വേണം, അറിയണം കേട്ടോ. കാരണം നമ്മളതൊന്നും അറിയാത്തതിന്റെ പേരിലൊക്കെ പല നഷ്ടങ്ങളും ഉണ്ട്. ചില ആളുകൾ അതൊന്നും നോക്കാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്, അടുത്തത് അസറ്റ്. അസറ്റ് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം, അതിന്റെ ഓരോരോ ടാക്സും അതും ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ആ, പിന്നെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ വെക്കാൻ പറ്റും. ഇപ്പൊ ടാക്സ് അടക്കുന്നത് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവില്ലേ, എല്ലാം ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാം. എന്തൊക്കെയാണ് അസറ്റ് അതൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. അതേപോലെ തന്നെ ബാധ്യതകൾ, കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ബാധ്യതകളൊക്കെ സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റും. അതിനൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നും ടെൻഷൻ അടിച്ച് നടക്കുന്നത്. അങ്ങനെ പോരാ. ലയബിലിറ്റി, നമ്മുടെ ബാധ്യതകൾ, നമുക്ക് എന്തൊക്കെയാണ് ബാധ്യതകൾ, അത് ഓരോന്നും സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങൾക്ക് എന്തിനെങ്കിലും EMI അടക്കാനുണ്ടോ, അത് എത്ര തവണ ഇനി അടക്കാനുണ്ട്, ഇനി എത്ര എണ്ണം അടച്ചിട്ടുണ്ട്, അത് എന്നാണ് ക്ലോസിംഗ് ഡേറ്റ്, അതേപോലെ ഓരോ വ്യക്തികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് ആ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് ഈ ലയബിലിറ്റി എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒക്കെ പ്ലസ് ബട്ടണിലാണ്, നിങ്ങൾ ഓപ്പൺ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഇതിലൂടെ അടക്കാനല്ല കേട്ടോ. ഇവിടെ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അതല്ല. ഇപ്പോ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട്, വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് പറയും നല്ലൊരു സ്കീം ഉണ്ട് എടുക്കുന്ന് പറയും. അവരുടെ ഫോളോ അപ്പിൽ നമ്മൾ അങ്ങ് എടുക്കും. 1-2 മാസം അവർ വന്ന് കറക്റ്റ് കാശൊക്കെ വാങ്ങിച്ചത് അടച്ചെന്നും വരും.
പിന്നെ അവർ ഒന്നുകിൽ വേറെ ജോബ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആയിട്ട് പോവും. പിന്നെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യാൻ ആളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് അവിടെ കിടക്കും. ഇന്ന് കണ്ടമാനം ലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥയാണത്. ഒരാള് കൃത്യമായിട്ട് അടച്ചു പോകാത്ത ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കറക്റ്റ് നമുക്ക് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇവിടെ കൊടുക്കാം. കറക്റ്റ് നമ്മൾ റിമൈൻഡിങ് ചെയ്യും. കറക്റ്റ് ടൈമിന് നമ്മളെ സേവ് ആപ്പ് നമ്മളെ സഹായിക്കും. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പല ആളുകളും പലയിടത്തും പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് മാനേജർ, പ്രിയപ്പെട്ടവരോട് പറയാ, ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്വേഡ് മാനേജർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് എന്തിന്റെ പാസ്വേഡാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സേവ് ആപ്പിൽ ചില ആളുകൾ പാസ്വേഡ് മറന്നു അറിയില്ല. അതേപോലെ നിങ്ങൾക്ക് എല്ലാത്തിന്റെ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ സേഫ് ആക്കി വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ യൂസർ നെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം എന്താണ് അത്, പിന്നെ പാസ്വേഡ് അല്ലെ, പാസ്വേഡ് നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് ആ പാസ്വേഡ് അത് ഇവിടെ കൊടുക്കുക. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കാം. ഇത് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, റീമാർക്കിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. അത് അവിടെ ഉണ്ടാകും. നമുക്ക് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അവിടെ നമുക്ക് ലഭിക്കും. ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ അവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പാസ്വേഡിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിന്മേ ആ സ്ക്രീനും ഒന്ന് അങ്ങ് ടച്ച് ചെയ്താൽ മതി. കണ്ടോ, വന്നു. അപ്പൊ പാസ്വേഡ് കൊടുത്തേക്കാണെങ്കിൽ ആ കണ്ണില്ലേ, ആ ഒരു കണ്ണ് കാണുന്നില്ലേ, അതിന്മേ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ അത് ഓപ്പൺ ആകും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ കൊടുക്കാം. വീണ്ടും പറയുന്നു, നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്നതിന് പകരം അഥവാ ഒരു ഡയറിയിൽ ചെയ്യുന്നതിന് പകരം ഡിജിറ്റലായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ ഒരു തേർഡ് പാർട്ടി കണക്ഷനും ഇല്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ എത്ര കണ്ട് നിങ്ങൾക്ക് ആ, പിന്നെ സേഫ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അത്ര കണ്ട് സേഫ് ആണ്. അതല്ലാതെ വേറെ ഒരു കണക്ഷൻസും ഇതിനില്ല കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഡോക്യുമെന്റ് മാനേജർ. ഈ ഡോക്യുമെന്റ് മാനേജർ ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? പല ആളുകളും ആധാർ കാർഡ് ചോദിക്കുമ്പോൾ പിന്നെ മൊബൈൽ ഗാലറിയിൽ പോയിട്ട് ഇങ്ങനെ തപ്പി ടൈം കളയും. പാൻ കാർഡോ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഡോക്യുമെന്റിനും നമുക്ക് ഇടയ്ക്ക് വിളിച്ചാലും കിട്ടൂല, അല്ലെങ്കിൽ നോക്കിയാലും കാണില്ല, ആ രീതിയിൽ. എന്നാൽ പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ നിങ്ങളുടെ ഫാമിലിയുടെ ഒക്കെ ടോട്ടൽ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ എത്ര വെച്ചാലും സ്റ്റോപ്പ് ആവില്ല. കാരണം അത്രയും നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. എന്ത് ചെയ്യാ? ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിന്റെ പേര് കൊടുക്കുക. ഇപ്പോ സിമ്പിളാണ്. ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് അത് ആരുതാണ് എന്നുള്ളതും കൂടി കൊടുക്കുക, പേര്. ഇപ്പൊ മക്കളതാണെങ്കിൽ മക്കളുടെ പേര്. അതേപോലെ തന്നെ നമ്മളതാണെങ്കിൽ നമ്മളുടെ പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്യാമറ ബട്ടൺ കാണുന്നില്ലേ, ആദ്യമേ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി കിട്ടും. ഗാലറി, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അത് സേവ് ചെയ്താൽ മതി. നമ്മൾ ഗൂഗിൾ ഡ്രൈവിലാണ് ഇതൊക്കെ സേവ് ചെയ്യുന്നേ, വേറെ എവിടേക്കും പോകുന്നില്ല. എന്നിട്ട് നമുക്ക് എപ്പോ ആവശ്യം വരുമ്പോഴും ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇങ്ങനെ നമുക്ക് ഡോക്യുമെന്റ് മാനേജർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മൈ ലൈഫാണ്. ടാസ്ക് ഡയറി ഡ്രീം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. ഡയറി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വോയിസ് കൊടുത്താൽ മതി, ടെക്സ്റ്റ് ആയിട്ട് വരും. തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് PDF ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല? നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണും. അതുകൊണ്ടൊന്നും ഡ്രീമിലേക്ക് എത്താൻ പറ്റില്ല. ഡ്രീം എന്ന് പറയുമ്പോൾ ഡ്രീമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. എന്നിട്ട് പ്ലസ് ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെലക്ട് ടാർഗറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അല്ലെ, കാറ്, വീട്, എഡ്യൂക്കേഷൻ, എമർജൻസി, ഹെൽത്ത് കെയർ, പാർട്ടി, ചാരിറ്റി. ഇനി ഇതിലില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ആഡ് ന്യൂ എന്ന് കണ്ടില്ല മുകളിൽ, ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ഇമേജ് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ഡ്രീം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു ന്യൂ ഹോം എന്ന് സെലക്ട് ചെയ്യണം, നമുക്കൊരു വീട് വേണം. ഓക്കെ,
ആ വീടിന് ഒരു പേര്, അല്ലെ? എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹം, ഒരു വീട് വെക്കുമ്പോൾ ഒരു പേര് വേണമെന്നൊക്കെ. അപ്പൊ നമ്മൾ ആ വീടിന്റെ ഒരു പേരിടുന്നു. ടാർഗറ്റ് എമൗണ്ട് ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയുടെ വീടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. സെലക്ട് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കിതിൽ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് അതിൽ നമ്മളിപ്പോ മാറ്റിവെക്കുന്ന പണം ഉണ്ടല്ലോ, ഇത് ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് വന്നോളൂ. സേവ്ഡ് എമൗണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ 50 ലക്ഷം രൂപയ്ക്ക് നമ്മളിപ്പോ ഒരു ഒരു 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നമുക്കൊരു സെലക്ട് ടാർഗറ്റ് ഡേറ്റ് ഉണ്ടാവുമല്ലോ, ഏത് വർഷം നമുക്ക് വേണം എന്നുള്ളതൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വർഷം ഇപ്പൊ 2027 ആണെന്നുണ്ടെങ്കിൽ 2027 സെലക്ട് ചെയ്യാം. 2028 ആണെങ്കിൽ 28, ഇന്ന ദിവസം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നറിയോ? പിന്നെ നമുക്ക് വീട് എങ്ങനത്തെ ആയിരിക്കണം, ഏത് കളർ, അല്ലെങ്കിൽ ഏതൊക്കെ മോഡൽ, എത്ര സ്ക്വയർ ഫീറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പൊ ഇതുപോലെ പേജ് വരും. ഇപ്പൊ നിങ്ങൾക്ക് അതിൽ കണ്ടോ, 50 ലക്ഷം രൂപയുടെ വീട്, 2 ലക്ഷം രൂപ ഓൾറെഡി കയ്യിലുണ്ട്. ആ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ മതി, ഇതേപോലെ ഓപ്പൺ ആകും. ഇപ്പൊ കണ്ട 2 ലക്ഷം എന്ന് പറയുമ്പോൾ ആ ബ്ലാക്ക് കണ്ടോ, കുറച്ചിങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടോ? ഇനി നമ്മൾ സേവ് ആപ്പിലൂടെ, അതിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ബിസിനസ്സിലൂടെ ഒക്കെ വരുമാനം കിട്ടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ആ പണം മാറ്റി വെക്കുക. 100 രൂപ എങ്കിൽ 100 രൂപ മാറ്റി വെച്ചേക്ക്, 1000 എങ്കിൽ 1000, 1 രൂപ എങ്കിൽ 1 രൂപ. നാളുകളിൽ ഇതൊക്കെ വലുതായിട്ട് അങ്ങ് വന്നോളും. എന്നിട്ട് ഇങ്ങനെ നമ്മൾക്കിപ്പോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വരുമാനമൊക്കെ കിട്ടുന്ന സമയത്ത് ആഡ് എമൗണ്ട് നമ്മൾ ആ അക്കൗണ്ടിലേക്ക് ഒരു 50,000 രൂപ മാറ്റിയാണെന്ന് കുടിക്കുക, സെറ്റ്. അപ്പൊ കണ്ടോ, 5% നമ്മൾ അച്ചീവ് ചെയ്തു. വീണ്ടും നമ്മൾ പണം കിട്ടുന്നു, ഒരു 90,000 രൂപ ഉണ്ടെന്ന് കുടിക്കും, മാറ്റി. അപ്പൊ നമ്മൾ 6.80% അച്ചീവ് ചെയ്തു. വീണ്ടും നമ്മൾ ഇങ്ങനെ ഇതിനെ സ്പീഡാക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് പണം മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് നല്ലൊരു എമൗണ്ട്, ഇപ്പൊ ഒരു ഒരു ഡ്രീമിലേക്ക് ഏകദേശം പറയുകയാണെങ്കിൽ 16 ലക്ഷം രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു കുറഞ്ഞ ടൈം കൊണ്ട്. കാരണം അതിനുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ടൈം, ആ രീതിയിലേക്ക് നമ്മളെ മാറ്റാൻ ഈ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഫോളോ അപ്പ് അല്ലാതെ നമ്മൾ കുറെ ക്ലാസ് കേട്ട് കുറെ മോട്ടിവേഷൻ ആയിട്ട് ഞാനും വീട് ഞാനും കാർ എന്നൊന്നും പറഞ്ഞത് കൊണ്ടൊന്നും വീടും കാറൊന്നും ആവില്ല. നമുക്ക് കറക്റ്റ് ഉള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവും. നമ്മൾ അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യും. നമുക്ക് കിട്ടുന്ന വരുമാനം, ശരിക്കും പണം നമ്മൾ തൊടാൻ പാടില്ലേ? അത് ഇത് നമ്മൾ എന്തിലേക്കാണോ ചെയ്യുന്നത് അതിലേക്കുള്ളതാണ് ഈ പണം. ആ രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹത്തിലേക്ക് എത്താനും സേവ് ആപ്പ് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ യൂട്ടിലിറ്റി സർവീസിൽ നിങ്ങൾക്ക് നോക്കാം, മൊബൈൽ റീചാർജ് വളരെ സിമ്പിൾ ആണ്. ഇതിൽ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. നമ്മളിപ്പോ എത്രത്തോളം റീചാർജ് ഇപ്പോ സ്ഥിരമായിട്ട് ഞാൻ ഇതില് റിപ്പോർട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടമാനം റീചാർജ് ചെയ്യുന്ന ആളാണ് ഞാൻ. റീചാർജ് റിപ്പോർട്ട്സ് ഇതൊന്ന് നോക്കി നോക്കും നിങ്ങൾ. ഇതൊക്കെ ഇതിലൂടെ എന്റെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുന്നതാ. ഞാൻ എന്റെ ഫാദർ, എന്റെ മദർ, എന്റെ മക്കള്, അതേപോലെ തന്നെ പെങ്ങന്മാർ, ഇതൊക്കെ ഞാൻ ഇതിലൂടെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇഷ്ടം പോലെ റീചാർജ് കണ്ടോ, ഇതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ റീചാർജ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതില്. അപ്പൊ നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്യുക, ഏത് നമ്പറാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് നിന്ന് എടുക്കാൻ പറ്റും. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് പ്രൊവൈഡർ അത് സെലക്ട് ചെയ്യാം. അപ്പൊ പാക്കേജ് വരും കണ്ടോ, പാക്കേജ്. അപ്പൊ പാക്കേജിൽ ഏത് പാക്കേജാണോ വേണ്ടത് അതിമൊന്ന് അങ്ങ് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്പൺ ആകും. പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI സെലക്ട് ചെയ്യുക. UPI സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ജിപേ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഏറ്റവും താഴത്ത് പേ ബട്ടൺ കണ്ടില്ലേ, അതിമ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആകും. നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഫോൺ പേ, പേടിഎം ഏതാണോ അത് ഓപ്പൺ ആകും. അതിൽ നിന്ന് ആ പണം അയച്ചു കൊടുത്തൊന്ന് ഒരു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീചാർജ് ആകും.
ഇങ്ങനെ നമുക്ക് മൊബൈൽ റീചാർജുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ബാക്കിലേക്ക് അടിച്ചു, കാരണം ഇപ്പൊ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബാക്കിലേക്ക്, അപ്പൊ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടി ഇതിലുണ്ട്. അതേപോലെ തന്നെ DTH റീചാർജ്, വിസിറ്റിംഗ് കാർഡ്. നമുക്ക് അടിപൊളി വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ചെയ്തു കൊടുക്കാൻ പറ്റും. എങ്ങനെയാ? ഇപ്പൊ ഇതില് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഇതിൽ കൊടുത്തതുണ്ട്. ഇതിലില്ലാത്തത് നിങ്ങൾക്ക് 100 KB നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ നോക്കി നോക്കൂ, നൗഷാദ് PV ആൻഡ് ഫോൺ നമ്പർ കൊടുക്കുന്നു. അതേപോലെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു. ലാൻഡ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ID കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ പേരുണ്ടെങ്കിൽ കമ്പനി, അത് നിങ്ങൾ ചെയ്യുന്ന കമ്പനി സ്ഥാപനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ചുരുക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പനിയിൽ നമ്മൾ ഏതെങ്കിലും റാങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആപ്പിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. സേവ് ആപ്പിന്റെ ലിങ്ക്, ഇപ്പൊ ഈ ലിങ്ക് ഉണ്ടല്ലോ, ഇത് കോപ്പി ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാമെന്ന്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ജോബ് ബിസിനസ്സിനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. കൂപ്പൺ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് കൊടുക്കാം. നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ ലിങ്ക് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം. യൂട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, ഒരു ബിസിനസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ. അപ്പൊ ആ ചാനലിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഒക്കെ ഫുൾ അഡ്രസ്സുകൾ എത്ര ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. പിന്നെ കമ്പനിയുടെ സ്ഥാപനത്തിന്റെ ഒക്കെ ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഒരു വിസിറ്റിംഗ് കാർഡായി. ഓക്കെ, ഇത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ടും കൊടുക്കാം, ഇമേജ് ആയിട്ടും കൊടുക്കാം. രണ്ടിൻ്റെതായ ബെനിഫിറ്റ് ആണ്. ഇപ്പൊ ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ടെക്സ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഷെയർ ടെക്സ്റ്റ് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിത് ടെക്സ്റ്റ് ആയിട്ട് പോകും. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട്. ഓക്കെ, ഇത് ഇതേപോലെയാണ് പോവുക. ഇപ്പൊ ഇതിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്, നമ്മുടെ മെയിൽ ID ഉണ്ട്, നമ്മുടെ ബിസിനസ് സൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഷെയർ ലിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിന്റെ ലിങ്ക് ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ ഈ കസ്റ്റമർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയാലും അതിലുള്ള വീഡിയോസുകളൊക്കെ കിട്ടും. കണ്ടോ, ഇതിൽ എത്ര പോലും വീഡിയോസ് ഉണ്ടെന്ന് അറിയോ? ആ വീഡിയോ ഒക്കെ അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ സേവ പ്രോനെ കുറിച്ചും അതിന്റെ ബിസിനസ് പ്ലാനും എല്ലാ കാര്യങ്ങളും, ഓരോ ദിവസത്തെ മീറ്റിങ്ങിന്റെ റെക്കോർഡുകളൊക്കെ അതിൽ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഷെയർ ചെയ്യുമ്പോൾ ഇമേജ് ആയിട്ടാണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ആയിട്ട് ഇതേപോലെ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. ചെയ്ത് നോക്കാം. 100 KB ഫോട്ടോസ് വെക്കണം. ഇത് വീണ്ടും വീണ്ടും നമ്മൾ പിന്നെ കൊടുക്കേണ്ട, മാറ്റി കൊടുക്കാം. കണ്ടോ, അടുത്ത കളറിൽ, വീണ്ടും അടുത്തത്, വീണ്ടും അടുത്തത്, വീണ്ടും അടുത്തത്, വീണ്ടും അടുത്തത്. ഇങ്ങനെ നമുക്ക് അടുത്തത് അടുത്തത് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള്, ശരിക്കും പറഞ്ഞാൽ ഒരു 4 ദിവസമൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. കൊടുക്കാനുള്ള കാര്യങ്ങൾ എവിടെയുണ്ടെന്ന് അറിയോ? ഈ ആപ്ലിക്കേഷനുള്ളിലുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ലിങ്ക്, ഒരുപാട് വെബ്സൈറ്റുകളില്ലേ, അതിന്റെ ലിങ്കുകളൊക്കെ ഇവിടെ കൊടുക്കാം. എമർജൻസി നമ്പർ, ഒരുപാട് എമർജൻസി നമ്പറുകളില്ല, ആ നമ്പറുകളൊക്കെ കൊടുത്താൽ ഇതിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റും. അത് സേവ് ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് കോൾ ചെയ്യാം. നിങ്ങൾ അത്യാവശ്യമുള്ള നമ്പറുകളൊക്കെ ഇതിൽ സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് സേവ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് കോൾ ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കി തരും, ഉറപ്പാണ്.
ഗ്യാരണ്ടിയാണ്. അതിലൊരു സംശയമില്ല, ഒരു തർക്കമില്ല. കാരണം ഇന്ന് ഒരുപാട് പേർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സേവ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. ഇപ്പൊ ഇതില് റൈറ്റ് സൈഡിൽ മോർ ബട്ടൺ കണ്ടില്ലേ? ആ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് കാണാം ഷെയർ എന്ന് കാണാം. ഈ ഷെയർ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എത്തിക്കുക. അവരോട് എല്ലാവരോടും രജിസ്ട്രേഷൻ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. അവർ ഉപയോഗിക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ഡെയിലി ഷെയർ ലിങ്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക. ആളുകൾ ഫ്രീ ആയിട്ടോ പെയ്ഡ് ആയിട്ടോ ഏത് തരത്തിലാണെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കുക. നെക്സ്റ്റ്, നമ്മുടെ ബിസിനസ് സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്ക, മുകളിലാ കാണിക്കുന്നു മൈ സേവിങ് ഡോട്ട് ഇൻ. ഈ മൈ സേവിങ് ഡോട്ട് ഇനിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ബിസിനസ് ID നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫോൺ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ മതി. സൈറ്റ് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ ഇത് ഇങ്ങനെ മുകളിലേക്ക് നീക്കിയാൽ നമുക്ക് ബിസിനസ് പ്ലാൻ ഒക്കെ ഇവിടെ കാണാം. ഫുൾ ആയിട്ടുള്ള ഇൻകത്തെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ? എല്ലാ ഇൻകത്തിനെ കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്ലബ് ബോണസും ഗ്ലോബൽ ഓട്ടോ പൂൾ ബോണസിനെ കുറിച്ചും സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കമ്പനിയുടെ എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഫുൾ ഓപ്പൺ ആണ്. ഇവിടെ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. മുകളിൽ കണ്ടോ റെഡ് കളറിൽ ഡാഷ്ബോർഡ്? ആ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണുന്നില്ലേ? അതിമ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനുകളും ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ബിസിനസ്, ട്രെയിനിങ്, അതേപോലെ തന്നെ റിപ്പോർട്ട്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, സേവ് കാർട്ട്, ഇങ്ങനെ എല്ലാ ഇൻഫർമേഷനുകളും ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവർക്ക് കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. നോക്കിക്കോ, മൈ ബിസിനസ് സെലക്ട് ചെയ്യാം. മൈ ബിസിനസ് സെലക്ട് ചെയ്താൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ന്യൂ രജിസ്ട്രേഷൻ. ഇപ്പൊ എന്നോട് എന്റെ ഒരു ഫ്രണ്ട് പറയാം, ഞാൻ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന ആള് പറയണം നീ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അത് ലിങ്കിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. പേര് കൊടുക്കുക. ഇപ്പോ നോക്കിക്കോ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ. നൗഷാദ്. പിന്നെ ഓൾറെഡി അവിടെ ഇന്ത്യ. സെലക്ട് സ്റ്റേറ്റ്, നമ്മൾ കേരള സെലക്ട് ചെയ്യുക. കേരള. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു 10 നമ്പർ, കേരള ആണെന്നുണ്ടെങ്കിൽ ഒരു 10 നമ്പറാണ് കൊടുക്കേണ്ടത്. 10 മൊബൈൽ നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ID കൊടുക്കണം. മെയിൽ ID. അത് കഴിഞ്ഞാൽ യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം. ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കില്ല. അപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനൊരു ഒരു യൂസർ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് കൊടുത്തപ്പോ അത് എടുത്തില്ല. കണ്ടോ? കാരണം ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. ഓക്കെ, എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്വേഡ് ഇഷ്ടമുള്ള ഒരു 8 പാസ്വേഡ് വേണമെന്നുള്ളൂ. ഓക്കെ, ആ പാസ്വേഡിന് കൺഫേം പാസ്വേഡും കൊടുക്കണം. മുകളിൽ കൊടുത്തത് താഴത്തും കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അഗ്രി എന്ന് കാണാം. കണ്ടോ? ആ ഒരു ചതുരം കാണാം. അതിമ ടച്ച് ചെയ്യുക. അപ്പൊ ഒരു ബ്ലൂ ടിക്ക് വരും. എന്നിട്ട് രജിസ്റ്റർ എന്ന് കാണുന്നില്ലേ? അതിമ ടച്ച് ചെയ്യുക. അതിമ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് OTP വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കൊടുക്കുന്നത്. അപ്പൊ ഏത് മെയിൽ ID ആണോ കൊടുത്ത് ആ മെയിലിൽ OTP വന്നിട്ടുണ്ടാകും. അതിനെന്ത് വേണം? ഓക്കെ കൊടുക്കണം. ഞാൻ ഓക്കെ കൊടുത്തു. മെയിലിലേക്ക് ഇപ്പോൾ OTP വന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിലേക്ക് പോവരുത്. മൊബൈലില് സെൻറ്റർ ബട്ടൺ കണ്ടില്ലേ ഏറ്റവും താഴത്ത്? അതിമ ടച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മെയിലിൽ പോവുക. മെയിൽ നോക്കി നോക്കുക വന്നിട്ടുണ്ടോ എന്ന്. ആ, 7:05 വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അത് ഒന്നുകിൽ നോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ കോപ്പി ചെയ്യുക.
ഞാനത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ രജിസ്ട്രേഷൻ്റെ അവിടെ വന്നിട്ട് OTP ചോദിക്കുന്ന അവിടെ പേസ്റ്റ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും തൊട്ട താഴെ തന്നെ കണ്ടോ വെരിഫൈ ബട്ടൺ കണ്ടില്ലേ, അതിന്മേൽ ടച്ച് ചെയ്യാം. അപ്പൊ എന്തായിട്ടുണ്ട്? രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കസ്റ്റമർക്ക് അത് അപ്പം തന്നെ അയച്ചു കൊടുക്കുക. ഇതാ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്ന് പറയാം. മെയിൽ ID നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ മെയിൽ ID വെച്ച് ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് പ്രൊഫൈല് പോയിട്ട് എഡിറ്റ് പ്രൊഫൈല് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റാം. ഓക്കെ. അതേപോലെ തന്നെ ഈ നൈമിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ, മൊബൈൽ നമ്പറിലൊക്കെ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. ഒന്നിനും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഇതേപോലെ തന്നെ രജിസ്ട്രേഷൻ പഠിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് സേവ് കാർട്ട്, ബാക്കി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പഠിക്കാം. സേവ് കാർഡിൽ ഇതേപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സേവ് പ്രോ വാങ്ങിക്കുക എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. ഇവിടെ നമുക്ക് കണ്ടോ IT പ്രൊഡക്റ്റ് 1000 രൂപയുടെ പ്രൊഡക്റ്റ് അല്ല, GST അടക്കം 1180 രൂപ. ഇവിടെ സേവ് പ്രോ എക്സ്പെൻസ് ട്രാക്കർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. കണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ടു കാർട്ട് കൊടുക്കുക, യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ആയി. റൈറ്റ് മുകളിൽ ഒരു ബട്ടൺ കണ്ടില്ലേ, ആ ബട്ടൺ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് എത്രണ്ണം വാങ്ങിക്കണം, അല്ല 2 വേണമെങ്കിൽ പ്ലസ് ബട്ടൺ കൊടുക്കുക, അപ്പൊ 2 ആകും. പ്ലസ് ബട്ടൺ കൊടുത്ത് 3 ആകും. ഇങ്ങനെ സെയിം ടൈമിൽ 10 എണ്ണം വരെ വാങ്ങിക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ ചെക്കൗട്ട് കൊടുക്കുക. എത്ര എണ്ണമാണോ വാങ്ങിക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ കണ്ടോ എമൗണ്ട് 3540. എന്നിട്ട് മുകളില് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടൺ, ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ മൊബൈലിലുള്ള UPI, അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, UPI യൂസ് ചെയ്യാം. ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് അയച്ചു കൊടുത്താൽ എന്താകും? പ്രോ പർച്ചേസ് ആകും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വാങ്ങിക്കാം. ഞാൻ ഇന്നലെ 1-2 ആളുകളുടെ ഒരു മെസ്സേജിന് ഒരു റീപ്ലൈ കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം സെയിം ടൈമിൽ 10 എണ്ണമാണ് വാങ്ങിക്കാൻ പറ്റുക. ഏത് പ്രോ വാങ്ങിക്കാൻ പറ്റുക? സെയിം ടൈമിൽ 10 എണ്ണം. പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ പറ്റും. അതിന് എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. അത് ലീഡേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ പ്രോഗ്രാമിലും പറയാറുണ്ട്. എന്നാലും നമ്മൾ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ ഒന്ന് നോക്കുക. ഇപ്പോ എങ്ങനെയാണ് എന്ന് നോക്കിക്കോളൂ. ഇപ്പൊ ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്, ഒരു സേവ് കാർട്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണാം, ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രോ വാങ്ങിക്കുകയാണ്. നോക്കിക്കോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ആഡ് ടു കാർട്ട്, യെസ്. കണ്ടോ സ്റ്റോക്ക്? അതായത് എനിക്ക് വാങ്ങാൻ പറ്റില്ല. അത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചതിന് റീറ്റെയിൽ ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ റീറ്റെയിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാനോ ആ രീതിയിൽ കൊടുക്കണം, എന്നാലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു 1-2 ആളുകൾ. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാമിൽ കേട്ടത് മനസ്സിലാക്കുക. ഇപ്പൊ ഞാനത് ഓക്കെ കൊടുത്ത്, കാരണം കാർട്ടിലേക്ക് ആഡാവില്ല. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോ. ഇപ്പൊ ഞാന് സൈറ്റ് ഓപ്പൺ ചെയ്യാണ്, ഡാഷ്ബോർഡ്. ഓക്കെ. ഇവിടെ നമുക്ക് മൈ സേവ് കാർട്ട് എന്ന് കാണാം. മൈ സേവ് കാർട്ട്. ആ മൈ സേവ് കാർട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് എ പ്രോ യൂസർ. അതിനു മുമ്പ് ഞാൻ കാണിക്കുകയാണ് എത്ര വാങ്ങിച്ചു
ഇനി അതുകൊണ്ട് എന്തുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല അതും കൂടി മനസ്സിലാക്കണ്ടേ. ഇവിടെ ഓട്ടോ പൂൾ പ്രോഗ്രസ് എന്ന് കണ്ടില്ലേ, രണ്ടാമത് ആദ്യമേ ടച്ച് ചെയ്താൽ നമുക്കിവിടെ കാണിക്കും ഓട്ടോ പൂൾ 1 2 3. ഓട്ടോ പൂൾ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര എണ്ണം വാങ്ങിച്ചു എന്നുള്ളത് ഇവിടെ മൊത്തത്തിൽ അറിയാൻ പറ്റും. 72 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ച ഡേറ്റ് നിങ്ങൾ നോക്കി നോക്കുക. ഒരുമിച്ച് വാങ്ങിക്കുന്നതല്ല. 28-ാം തീയതി, അതാ 3 ദിവസം മുന്നേ ഒരെണ്ണമാണ് വാങ്ങിച്ചത്. 28-ാം തീയതി 1. 27-ാം തീയതി നോക്കി നോക്കൂ, 3 വാങ്ങിച്ചിട്ടുണ്ട്. 20-ാം തീയതി നോക്കി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 13-ാം തീയതി നോക്കിയ ഒരെണ്ണം. 11-ാം തീയതി നോക്കി നോക്കൂ 3. 8-ാം തീയതി 1. 29-ാം തീയതി 1. 24-ാം തീയതി 1. 19-ാം തീയതി 1. 3-ാം തീയതി 3. 29-ാം തീയതി 2, 3-ാം മാസത്തിൽ കേട്ടോ. 20-ാം തീയതി 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരുമിച്ച് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് വാങ്ങിക്കാം, നമുക്ക് 5, 10, 50 വാങ്ങിക്കാം. അത് വാങ്ങിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതും അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോ ഇത് ബിസിനസ് അതോ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമുക്ക് ബിസിനസ് ഉണ്ടല്ലോ, വരുമാനം ഉണ്ടാക്കാലോ. അങ്ങനെ ഡയറക്റ്റ് അതേപോലെ തന്നെ ടീമിലൂടെയും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ ഇവിടെ തുടക്കത്തിൽ 3 19-12 വാങ്ങിച്ചു നോക്കി നോക്കൂ. 19-12 ഇങ്ങനെ വാങ്ങിച്ചിട്ടപ്പോ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് നീക്കിയാൽ കാണാം. ഓ, എല്ലാതും 100-ലേക്ക് എത്തുമ്പോ 1000 രൂപ വെച്ച് കിട്ടും അല്ലെ, പൂൾ ഇൻകം. ഇങ്ങനെ എത്ര എണ്ണത്തിന്റെ 1000 വെച്ച് കിട്ടിയിട്ടുണ്ടോ നോക്കി നോക്കൂ. നമുക്ക് നോക്കി നോക്കാം. ഇതുവരെ 1000, 100-ന്റെ ഓക്കെ, 28 എണ്ണത്തിന്റെ 1000 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതൊക്കെ കിട്ടാൻ പോവുക 92%, 92, 88, 88, 88 ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കുമ്പോ കണ്ടോ ഓരോ പെർസെന്റേജ് കണ്ടോ. 74 നിൽക്കുന്നതുണ്ട്, 48 ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇപ്പൊ മിനിയാന്ന് വാങ്ങിയത് പോലും, 28-ാം തീയതി വാങ്ങിയത് പോലും ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോ ഈ ഒന്നിൽ കിട്ടിയത് 100% കിട്ടിയതൊക്കെ ഓട്ടോമാറ്റിക് 2-ലേക്കും ചാടിയിട്ടുണ്ടാകും. കണ്ടോ ഇതൊക്കെ 2-ലേക്ക് എത്തിയിട്ട് 2-മത്തതും കിട്ടാറായി. 98% ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ 28 1000 കിട്ടിയപ്പോ 28 എന്തായിട്ടുണ്ടാകും, 2-ലേക്ക് എത്തി. കണ്ടോ ഇനി ഇത് കിട്ടിയാൽ അടുത്ത 3-ലേക്ക് ചാടും. ഇതൊക്കെ നമ്മള് പിന്നെ ഈ കമ്പനിയിൽ ബിസിനസ് നടന്നാൽ മതി, ഈ പറഞ്ഞ ഇങ്കൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത് എന്നുള്ളതല്ലേ. എനിക്ക് വീണ്ടും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ സേവ് എ പ്രോ യൂസർ എന്ന് കാണാം, യൂസേഴ്സ്. ആദ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ 72 വാങ്ങിച്ചിട്ടുണ്ട്. സെയിൽ കൗണ്ട് 68 ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വീണ്ടും വാങ്ങിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കിക്കോ. ഇവിടെ ഫുൾ നെയിം എന്ന് കണ്ടില്ലേ, ഫുൾ നെയിമിന്റെ അവിടെ ഇപ്പോ ആ, നോക്കിക്കോ, നെവിൽ ജോസഫ്. ഓക്കെ, നെവിലിന് ഞാൻ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു റീറ്റെയിൽ 2000-നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ കൊടുക്കുകയാണ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടിക്കുക. എന്നിട്ട് മിനിമം ഒരു 6 നമ്പർ നമ്മൾ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. നല്ല ഫാൻസി നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുത്തോ, കുഴപ്പമില്ല. 6 ഡിജിറ്റ്സ് കൊടുക്കണം, അത്രേ ഉള്ളൂ. പാസ്വേഡ് അവിടെ ഓട്ടോമാറ്റിക് വരും. എന്നിട്ട് ക്രിയേറ്റ് യൂസർ എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുക. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ടച്ച് ചെയ്യുക. സക്സസ്ഫുള്ളി ഈ പാസ്വേഡ് നെവിൽ ജോസഫിന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നെവിൽ ജോസഫിന് പ്ലേ സ്റ്റോറിൽ നിന്ന് സേവ് എ പ്രോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ആ 6 നമ്പറും ഈ പാസ്വേഡും കൊടുത്താൽ അവർക്ക് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 ആണ് ഇതിന്റെ റീറ്റെയിൽ എമൗണ്ട് വരുന്നത്, വാങ്ങിക്കാം. അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. ഇൻകം നമുക്ക് കമ്പനി തരുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അതവിടെ കാണിച്ചു. ഓക്കെ, ഇത് കാണിച്ചപ്പോ ഞാൻ ആപ്ലിക്കേഷനിലേക്ക് പോവാം. കാർട്ടിലേക്ക് കൊടുത്തു, യെസ് കൊടുത്തു. അപ്പൊ കണ്ടോ
സക്സസ്ഫുള്ളി. കാരണം ആഡ് ആയി, എനിക്ക് ഒരെണ്ണം കൂടി വാങ്ങിക്കാം. അപ്പൊ ഓക്കെ കൊടുത്തു കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യാം, കാർട്ടിൽ നിന്ന് ഇത് ചെക്കൗട്ട് കൊടുത്ത് പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടോ മൂന്നോ കിട്ടുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ കയ്യിലുള്ള കാശിനനുസരിച്ചോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിടാം. ഉറപ്പിച്ച് പറയാണ്, 1% പോലും ആളുകളിലേക്ക് എത്താത്ത ഒരു പ്രോഗ്രാം, നാളുകളിൽ ഒരുപാട് പേര് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അത് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. തീർച്ചയായിട്ടും ഇതിന്റെ പ്ലാന് 11 മണിക്കും രാത്രി 8 മണിക്കൊക്കെ ഫുള്ളായിട്ട് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ട് നമ്മുടെ 11 മണിയുടെ മീറ്റിംഗ് സംസുദ്ദീൻ സാറ് സ്ക്രീൻ ഷെയർ ചെയ്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പൊ ആ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതൊക്കെ അറ്റൻഡ് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് 11 മണിയുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഈ വരുന്ന 9-ാം തീയതി പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷൻ ഇന്ന് തന്നെ ചെയ്യാം. ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ പോസ്റ്ററും 500 രൂപയാണ് അതിന്റെ എൻട്രി ഫീ വരുന്നത്. ആ എമൗണ്ടും അയച്ചെടുത്ത് കൺഫേം ചെയ്യാം. ഓക്കെ. അത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന എബോയുള്ള ആളുകൾക്കുള്ള 1 ഡേ ട്രെയിനിങ് ആണ്. MD ഡയറക്റ്റ് തരുന്ന ട്രെയിനിങ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത്. അപ്പൊ ഇന്ന് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു, ഇതിലൂടെ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു പ്രോഗ്രാം ഈ ടൈം കളയാനോ അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിനോ ഒന്നും ആവരുത്. ആ പ്രോഗ്രാമിലേക്കൊന്നും വരേണ്ടത്. വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ പേര് കൊടുത്ത് ആദ്യം പേ ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ തീർച്ചയായിട്ടും ഈ കമ്പനിയിലൂടെ നാളുകളിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന കമ്പനിയും പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റം ആകുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലക്ഷങ്ങളും കോടികളൊക്കെ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവാത്തവർ ഒരുപാട് പേരുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് തന്നെ അതിലേക്ക് വേണ്ട പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുക. കമ്പനിയുടെ 1-ാമത്തെ റാങ്ക് അച്ചീവർ ആയിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഈ വരുന്ന 9-ാം തീയതി. ഓക്കെ, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.